മുഹമ്മദ് റിയാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രതിനിധിയെന്ന് എം ടി രമേശ്. സിപിഎമ്മിന്റെ ലീഡർഷിപ്പ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് റിയാസിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വം. ഭൂരിപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും മുഖ്യമന്ത്രിയും സിപിഎം നേതാക്കളും നടത്തുന്നതിന്റെ പിന്നിൽ മുഹമ്മദ് റിയാസ് ആണെന്നും ബിജെപി ജനറൽ സെക്രട്ടറി ആരോപിച്ചു. പിണറായി വിജയൻ അല്ല ഇപ്പോൾ പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്നതും ഒരു സമുദായത്തിന്റെ താൽപര്യത്തിന് വേണ്ടിയാണെന്നും എം ടി രമേശ് ആരോപിച്ചു. ന്യൂസ് 18 Q18 റിയാസിനെതിരെ എം ടി രമേശിന്റെ കടുത്ത പരാമർശം. ഈഴവ സമുദായം ബിജെപിയിലേക്ക് കൂടുതൽ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സിപിഎം ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അത് ബിജെപി എങ്ങനെയാണ്? ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശരി, ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് വഴിവിട്ട ബന്ധവും സഹായവും CPM-നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ CPM-നെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും വന്നിരുന്നു. പ്രത്യേകിച്ചും CPM-നകത്തെ ചില പുതിയ നേതാക്കന്മാരുടെ ഉദയം, അവർക്ക് പ്രത്യേക പരിരക്ഷ കിട്ടുന്നു, അവർ പാർട്ടി കമ്മിറ്റിയേക്കാൾ മേലെയാകുന്നു, പാർട്ടി സെക്രട്ടറിയേക്കാൾ മേലെയാകുന്നു, എങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളുമൊക്കെ ആ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് നമ്മൾ വെളിയിൽ അറിഞ്ഞിട്ടുള്ളതാണ്. CPM ലീഡർഷിപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഉദാഹരണമായിട്ട് മുഹമ്മദ് റിയാസിന് CPM-നകത്തുണ്ടാകുന്ന സ്വാധീനം. കേരളത്തിൽ കുറച്ചു കാലമായി നാം കേൾക്കുന്നത് CPM-ൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നയം പറയുന്നത് നിയമസഭയിലായാലും പുറത്തായാലും പാർട്ടി സെക്രട്ടറിയോ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല. എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിലെ കേവലം ഒരു മന്ത്രി മാത്രമായ മുഹമ്മദ് റിയാസിന് പാർട്ടി നിലപാടിൽ ഇങ്ങനെ അപ്പർ ഹാൻഡ് കിട്ടുന്നത്? അതൊരു നിർദ്ദിഷ്ട സമുദായമായതുകൊണ്ടാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഘട്ടത്തിൽ CPM-ൽ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ മന്ത്രിമാരായിട്ടുണ്ടോ? രണ്ട് കാര്യം: ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്നുള്ള ഒരു പരിവേഷം, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ പിന്തുണക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പരിവേഷം. ഇത് രണ്ടുമാണല്ലോ. പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് സനാതനധർമ്മത്തെ അശ്ലീലം എന്ന് പറയുന്നത്? അപ്പം അത് വളരെ പർപ്പസ്ഫുള്ളി ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വികാരങ്ങൾ വ്രണപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്ത് CPM-നാണ്. ആ CPM ഇങ്ങനെ നിലപാടെടുക്കണമെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലും കാരണമുണ്ടാവില്ലേ? ഞാൻ ആ കാരണത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ചത്. ആളുകൾ അടക്കം പറയുന്നു മുഹമ്മദ് റിയാസാണ് അടുത്ത CPM-ൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ ബോധപൂർവം കേരളത്തിൽ ചില താല്പര്യങ്ങൾ പുറത്ത് സൃഷ്ടിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാരും ചില ശക്തികളും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്ന് പുറത്തുപോയത് പ്രീ പ്ലാൻഡ് നീക്കമായിരുന്നു എന്നും എം ടി രമേശ് പറയുന്നു. പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. തക്ക സമയത്ത് നേരത്തെ നോക്കിവെച്ച് പോകാൻ കാരണമുണ്ടാക്കുകയായിരുന്നുവെന്നും അതിന് പിറകിലെ ശരിയായ കാരണം പതിയെ പുറത്തു വരുമെന്നും എം ടി രമേശ് പറഞ്ഞു. ഇതിനിടയിൽ സന്ദീപ് വാര്യർ എപ്പിസോഡ് ഉണ്ടായി. കുറച്ചും കൂടെ അവധാനതയോടുകൂടി അത് ഡീൽ ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് തലയിൽ മുകളിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വിലയിരുത്തലൊക്കെ വളരെ രാഷ്ട്രീയമായിട്ട് പുറത്തുനിന്ന് വന്നില്ലേ ആ സമയത്ത്? പല പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തകന്മാർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് പക്ഷെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത്. പാർട്ടിയുടെ പല ആളുകളും സന്ദീപ് വാര്യരുടെ ഇടപെടാനും സംസാരിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനൊന്നും വഴങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. BJP വിടുക എന്നുള്ളതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതൊരു സന്ദർഭം നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് അതിനുശേഷം വിലയിരുത്തുമ്പോൾ എനിക്ക് ബോധ്യമായിരുന്നു. അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും, സന്ദീപ് ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിരുന്നില്ല. വളരെ 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 ചെറിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരാൾ പാർട്ടി വിടുക എന്ന് പറയുന്നത് നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അപ്പം നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഒരു ടൈം എന്നുള്ളത് അദ്ദേഹം നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ടൈം എത്തിയപ്പോൾ അദ്ദേഹം കാരണങ്ങൾ ഉണ്ടാക്കി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും Q18 എം ടി രമേശിന്റെ ഈ രണ്ട് പ്രതികരണങ്ങളും ഈ അഭിമുഖവും കൂടുതൽ പൂർണ്ണ രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തും. പക്ഷേ ഈ ഘട്ടത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ വലിയ ആരോപണം, ഈ കടുത്ത ആരോപണം, അത് ചർച്ചയ്ക്ക് വഴിവെക്കും. തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രതിനിധി ആണ് മുഹമ്മദ് റിയാസ് എന്നാണ് എം ടി രമേശ് പറയുന്നത്. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, CPM-ന്റെ ലീഡർഷിപ്പ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വമെന്നും പറയുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ
മകളുമായുള്ള വിവാഹം, അതിനുശേഷം അദ്ദേഹം മന്ത്രിപദത്തിലേക്ക് വരുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വിമർശനം പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും എം ടി രമേശ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ വളരെ ഗൗരവമുള്ള ഗുരുതരമായ വിഷയം അത്